എല്ലാവർക്കും നമസ്കാരം. എന്റെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പരമ്പരാഗത വിഭവങ്ങളിൽ ഒന്നാണ് ഞാൻ പാചകം ചെയ്യുന്നത്, കുടംപുളി ചേർത്ത മീൻ കറി. മീൻ ഏതു വേണമെങ്കിലും ഉപയോഗിക്കാം. 1 കിലോ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മുറിക്കുക. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് വറുക്കാനും 1 ടേബിൾ സ്പൂൺ അവസാനം മുകളിൽ ഒഴിക്കാനും. ഉലുവ 1/2 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, കറിവേപ്പില 4 മുതൽ 5 വരെ തണ്ടുകൾ, ചുവന്നുള്ളി 5 കഷണങ്ങൾ അരിഞ്ഞത്, ഇഞ്ചി 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി 8 മുതൽ 10 എണ്ണം വരെ അരിഞ്ഞത്, മുളകുപൊടി 2 ടേബിൾ സ്പൂൺ, മുളകുപൊടി അല്പം വെള്ളത്തിൽ കുതിർത്തു പേസ്റ്റ് പോലെ ആക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. കുടംപുളി 3 മുതൽ 4 വരെ കഷണങ്ങൾ കഴുകി 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർക്കുക. വെള്ളം 2 കപ്പ്. ഉപ്പ് ആവശ്യത്തിന്, ഏകദേശം 1/4 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ. മീൻ കഴുകാൻ ആവശ്യമായ വിനാഗിരിയോ നാരങ്ങാനീരോ 1 ടേബിൾ സ്പൂൺ. ചെതുമ്പൽ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ഒഴുകുന്ന വെള്ളത്തിനടിയിൽ മീൻ കഷണങ്ങൾ നന്നായി കഴുകുക. നേർപ്പിച്ച നാരങ്ങ അല്ലെങ്കിൽ വിനാഗിരി ലായനിയിൽ മീൻ 15 മിനിറ്റ് മുക്കിവയ്ക്കുക. ദുർഗന്ധവും അവശേഷിക്കുന്ന മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും. വിനാഗിരി വെള്ളം കളയുക. പാചകം ചെയ്യുന്നതിനു മുമ്പ് മീൻ വീണ്ടും ശുദ്ധമായ വെള്ളത്തിൽ കഴുകുക. ഒരു മൺചട്ടിയോ ചീനച്ചട്ടിയോ ചൂടാകുമ്പോൾ തീ കുറച്ചു അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഉലുവ ചേർക്കുക. അത് ചെറുതായി ബ്രൗൺ നിറം ആകുമ്പോൾ കടുക് ചേർക്കുക. കടുക് പൊട്ടുമ്പോൾ ചുവന്നുള്ളി അരിഞ്ഞത് ഓപ്ഷണലാണ്, ചേർത്ത് ഇളം ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റുക. ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് മൂത്തുമണം വരുമ്പോൾ കറിവേപ്പില ചേർത്ത് വറക്കുക. മുളകുപൊടി പേസ്റ്റ് ചേർത്ത് വഴറ്റുക. മൂത്തുകഴിഞ്ഞാൽ എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളം, കുടംപുളി കുതിർത്തത്, ആ വെള്ളത്തോടുകൂടി ഉപ്പ് എന്നിവ ചേർക്കാം. തിളപ്പിക്കാൻ അനുവദിക്കുക. മഞ്ഞൾ ചേർക്കുക. മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർക്കുക. ഇപ്പോൾ മുതൽ അത് കഴിയുന്നതുവരെ സ്പൂൺ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. മസാല ഗ്രേവി മീനിന്റെ എല്ലാ വശങ്ങളിലും എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ പാൻ ശ്രദ്ധാപൂർവം ചുഴറ്റുക. ഒരു അടപ്പുപയോഗിച്ച് പാൻ അടച്ചു കുറഞ്ഞ തീയിൽ പാകം ചെയ്യുക. തീ കുറച്ചു കൂടി കുറയ്ക്കാം. പതിനഞ്ച് മുതൽ 20 മിനിറ്റിനുള്ളിൽ മീൻ പാകമാകും. എണ്ണ വേർതിരിച്ച് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് തീ അണച്ച് അടുപ്പിൽ തന്നെ വയ്ക്കുക. സാവധാനം ചാറ് കുറുകിവരും. ഈ വീഡിയോ കണ്ടതിനു നന്ദി. ഈ പാചകക്കുറിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.